അന്ന് ഈ ഒരു ഇഷ്യൂ നടക്കുന്നതിൻ്റെ ഇടയിൽ ഷീ സെഡ് എ കപ്പിൾ ഓഫ് തിങ്സ്. വളരെ മോശമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പുള്ളിക്കാരുടെ വായിന്നു. അതിന് അപ്പനൊന്നായിട്ട് ഒരു ബന്ധമില്ല. ഈ നമ്മളെയൊക്കെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു അമ്മൂമ്മയുടെ നല്ല ഒരു മനുഷ്യന്റെ വായിന്ന് പോലും വന്നുകൂടാത്ത തരത്തിലുള്ള എനിക്ക് ഒരിക്കലും ഇതിൻ്റെയൊക്കെ പ്രൂഫും കാര്യങ്ങളും നമ്മുടെ ഉണ്ട്. പക്ഷേ ഇത് എങ്ങനെ നമ്മൾ പുറത്ത് വിടുക? വീട്ടോ തൻവി ഓൾസോ റിപ്ലൈഡ് സേയിങ് ഓ മൈ ഗോഡ് ഐ ഡോണ്ട് ഈവൻ നോ വാട്ട് ടു സേ, ഇത് എന്താ പറയുന്നത് എന്നുള്ള രീതിയിൽ. സോ ഈവൻ തൻവി നോസ് വൈ വി ആർ നോട്ട് ഇൻ ടച്ച് വിത്ത് ഹർ വെരി 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 ക്ലിയർലി. എന്നിട്ട് കാനഡയിൽ നിന്ന് വിളിച്ച് ഒരു വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു വീഡിയോ കോൾ വിളിക്കുന്നു. അമ്മൂമ്മയെ കൊണ്ട് പറഞ്ഞു പറയിപ്പിച്ച പോലെ കുറേ ഡയലോഗ്സ്, എന്താണ് എന്നെ വിളിക്കാൻ ആരുമില്ല, ഞാൻ ഈ വീട്ടിലൊറ്റയ്ക്കാണ്, അങ്ങനെ ഇങ്ങനെ അതെടുത്തിടാൻ തൻവി കാണിച്ചൊരു മനസ്സ് എനിക്കൊന്നുമില്ല പറയാൻ. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. തൻവി സുധീർ ഘോഷ് ടാറ്റ ഗുഡ് ബൈ പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഈ തൻവി സുധീർ ഘോഷിൻ്റെ വീഡിയോസ് ഇവരുടെ ഫസ്റ്റ് ഈ വീഡിയോ വ്ളോഗൊക്കെ കാണുന്ന സമയത്ത്, ചാനൽ തുടങ്ങിയ സമയത്ത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഫസ്റ്റ് ഇതൊരു വിഷയത്തിൽ. ഞാൻ ഇവരുടെ വീഡിയോ, ഈ തൻവിയുടെ വീഡിയോ കണ്ട സമയത്ത്, നമ്മൾ യൂട്യൂബിൽ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതായതുകൊണ്ട് പെട്ടെന്നൊരു കുട്ടി വന്നിട്ട് ഇങ്ങനെ വ്ളോഗ് ഇടുന്ന സമയത്ത് അവർക്ക് ഭയങ്കര വ്യൂസ്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇനീഷ്യലി തുടങ്ങിയ സമയത്ത് തന്നെ ഭയങ്കര വ്യൂസ് ഉള്ളപ്പോൾ ഞാൻ വൈഫിനോട് അന്ന് ചോദിച്ചിരുന്നു, നമുക്കൊരു ക്രിയേറ്ററെ അങ്ങനെ കാണിച്ചു കൊടുത്തു. ഇത് പെട്ടെന്ന് കണ്ടു ഇതിൻ്റെ വ്ളോഗ്സിൻ്റെ പ്രത്യേകത എനിക്ക് മനസ്സിലാവണില്ല, ഇതിന് ഭയങ്കര വ്യൂസാണ് കേട്ടോ. അപ്പോൾ വൈഫ് ഇത് എടുത്തു വയ്ക്കുന്നതിനോട് പറഞ്ഞു, ഹൈ ഇത് അഹാനയുടെ കസിനാണ് എന്നും പറഞ്ഞിട്ട് ഇവരുടെ ഈ ദിയാകൃഷ്ണയുടെ ഒക്കെ അഹാനയുടെയൊക്കെ വ്ളോഗിൽ ഇവരുടെ കൂടെയുള്ള ഇവരുടെ കൂടെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. അപ്പോൾ മനസ്സിലായി അതുകൊണ്ടാണ് ഇവർക്ക് ഇത്ര അധികം വ്യൂസ് ഉള്ളതെന്നുള്ളത്. ഞാനിത് പറയാനുള്ള റീസൺ എന്താണെന്നറിയോ? ഇന്ന് അഹാനയുടെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ വന്നതിൽ ഇപ്പോൾ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ഒരു പോർഷൻ നിങ്ങൾ ഒരുവിധം എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നത്. ഏകദേശം 8 ലക്ഷത്തോളം പേര് ഓൾറെഡി അത് കണ്ടിട്ടുണ്ട്. എനിക്കത് 43,000 ലൈക്കറ്റുണ്ട് ആ വീഡിയോയ്ക്ക്. എന്താ പറയുക, ഇൻ ആൻഡ് ഔട്ട് ഒരു കംപ്ലീറ്റ് ആയിട്ട്, ഇനിയിപ്പോൾ അതിൽ ഒരു ലൂപ്പ് ഹോൾസും ഇല്ല, ഒരു ടോട്ടൽ എല്ലാത്തിനുള്ള എക്സ്പ്ലനേഷൻ കഴിഞ്ഞു, ഖത്തം, ടാറ്റ ഗുഡ് ബൈ. ഞാൻ അതുകൊണ്ടാണ് ആ കടലാസ് കീറണവർ കാണിച്ചത്. എന്തുകൊണ്ടാണ് ഞാനങ്ങനെ കാണിക്കാൻ വെച്ചാൽ, ഈ തൻവി സുധീർ ഘോഷിന്, തൻവിക്ക് വളരെ നല്ല ഒരു ക്ലീൻ പാവം പിടിച്ചിട്ടുള്ള ഒരു അച്ഛനമ്മ ഇല്ലാത്ത സിംഗിൾ പേരൻറ്റ് അല്ല സിംഗിൾ മദർ, അങ്ങനെ കുട്ടിയെ റേസ് ചെയ്തിട്ടുള്ള, അങ്ങനെ അത്രയും ഒരു വളരെ നല്ല ഒരു ഇമേജായിരുന്നു സോഷ്യൽ മീഡിയയിൽ. അഹാനയുടെ ഈ വീഡിയോ കഴിഞ്ഞോടുകൂടി അത് കംപ്ലീറ്റ് മാറിയിട്ട് റീച്ചിന് വേണ്ടി, എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് കേട്ടോ, ജസ്റ്റ് സോഷ്യൽ മീഡിയയിൽ എൻട്രിക്ക് വേണ്ടിയിട്ട്, സോഷ്യൽ മീഡിയയിൽ റീച്ചിന് വേണ്ടിയിട്ട് സ്വന്തം കൂടപ്പറപ്പ് പോലെ തന്നെയുള്ള ആൾക്കാരെ, അതായത് ലൈക്ക് കസിൻസ് ആണല്ലോ, ഒരു വളരെ ക്ലോസ് ആണ്, യൂട്യൂബ് തുടങ്ങാൻ വരെ സഹായിച്ചവരാന്ന് പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലേക്ക് എൻട്രി കൊടുത്തത് ശരിയാണ്, അവർ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഇവരുടെ കസിൻ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ തൻവി സുധീർ ഘോഷിനെ ഇപ്പോൾ ഒന്നുമില്ല, ദർ ഇസ് നത്തിങ് സ്പെഷ്യൽ അബൌട്ട് എനി ഓഫ് ഹർ വീഡിയോസ്. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തിക്ക് ഇട്ടിട്ട് പണി കൊടുത്തു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അഹാനയുടെ വീഡിയോ കാണുന്നപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഒരു, ഞാൻ പറയാം, അവരുടെ ലൈഫിൽ തന്നെ ഒരു ട്രാൻസിഷൻ. ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോ, അധികം വ്യൂസ് കിട്ടാത്തൊരു വീഡിയോ ഞാൻ കുറച്ച് മുന്നേ പാർട്ട് 2 റിയാക്ട് ചെയ്തതിൽ ഞാൻ അതിനൊരു കാര്യം പറഞ്ഞു, ഈ അമ്മമ്മയുടെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ എല്ലാ കുട്ടികളും ഒരുപോലെ നോക്കുന്നുണ്ടായിരിക്കില്ല. അത് റിലേറ്റബിൾ ആണ് പല ആൾക്കാർക്കും. ചില പേരക്കുട്ടികളെ എല്ലാവരും ഒരുപോലെ കാണാത്ത ഒരു സിറ്റുവേഷൻ, അനുഭവങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുന്നിരിക്കാം, അങ്ങനെ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാവും. ചില കുട്ടികളോട് കൂടുതലായിട്ട് അറ്റാച്ച്മെൻ്റ് ഉള്ള ചില ഗ്രാൻഡ് പാരൻസ് ഉണ്ട്. കൂടുതൽ അറ്റാച്ച്മെൻറ്റ് മാത്രമല്ല, ഇവരെ തീരെ മൈൻഡ് ചെയ്തിട്ടില്ല. ഞാൻ ഇതിനെക്കുറിച്ച് വീട്ടിൽ സംസാരിച്ച സമയത്താണ് പറഞ്ഞു, ഈ സിന്ധു കൃഷ്ണ ഇവരും തമ്മിൽ, ഈ കൃഷ്ണകുമാർ തമ്മിൽ വിവാഹം നടന്ന സമയത്ത് വീട്ടിൽ നിന്ന് കംപ്ലീറ്റ് എതിർപ്പായിരുന്നു. എന്നിട്ട് ഇവർ അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഈ 4 മക്കളെയും കൂടി നോക്കിയത്. ഇതിലൊന്നും യാതൊരു ഡിസ്പ്യൂട്ടും ഇല്ല കേട്ടോ. ഇതൊക്കെ നമ്മൾ ഓരോ വിഷയങ്ങൾ വരുന്ന സമയത്ത് അവർ റിലേറ്റഡ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് ദിയാകൃഷ്ണനെയാണ് നമ്മൾ വിമർശിച്ചിട്ടുള്ളത്, വേറെ അങ്ങനെ കാര്യമായിട്ട് വിമർശിച്ചില്ല. കഴിഞ്ഞ ഇവരുടെ ഈ വിഷയത്തിൽ ഫസ്റ്റ് വീഡിയോ ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ ആ ഫസ്റ്റ് വീഡിയോ ചെയ്യുന്ന സമയത്തും കമൻസാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലാണ്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായ കാര്യങ്ങളോ അവിടെ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ കമൻസ് പറയുന്നത്, പക്ഷേ ആ കമൻസ് എന്നാണ് ഈ ഒരു രീതിയിലുള്ള ത്രെഡ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അഹാനയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, ആ വീഡിയോ ആണ് നമ്മളൊന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ എന്നാലും ചില കാര്യങ്ങൾ നമുക്ക് സംസാരിക്കേണ്ടത് കൊണ്ട് അതൊന്ന് കാണേണ്ട നിർബന്ധമാണ്. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അഹാന ഇതിൽ യൂട്യൂബേഴ്സിനൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇത്രേ പറയുന്നുള്ളൂ, നോക്കൂ നിങ്ങൾ ഇവർ പറഞ്ഞതിൽ തന്നെ ആ ഒരു ഉത്തരം നിൽക്കുന്നുണ്ട്. പേഴ്സണൽ കാര്യങ്ങൾ പേഴ്സണലാക്കി വെക്കൂ, ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ വരാതിരിക്കൂ, ഒരു ഹിൻഡ് പോലും കൊടുക്കാതിരിക്കൂ.
വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ കസിൻ്റെ ഭാഗത്താണ് 100% മിസ്റ്റേക്ക്. അവരാണ് ഇതിൻ്റെ തെറ്റുകാരി. അവർ ഈ കാര്യം വിളിച്ച് പറഞ്ഞു, അവർക്കത് പുറത്ത് കൊണ്ടുവരണം എന്നുള്ളതന്നെ. ഇത് വളരെ കൃത്യമായിട്ട് ഇത് കാണുന്ന സമയത്ത് തന്നെ ഇവർ ഈ അഹാനയുടെ വീഡിയോ കണ്ട സമയത്ത് തന്നെ വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും ഞാൻ ആ വീഡിയോ ഒന്നുകൂടി പ്ലേ ചെയ്തതിന് ശേഷം അതിനിപ്പോൾ സംസാരിക്കാം. ഇന്നലെ എൻ്റെ കസിൻ ഒരു വീഡിയോ ഇട്ടു, വിച്ച് intentionally or unintentionally, I don't know, has created ഒരു നെഗറ്റീവ് ഇമ്പാക്ട്. അതായത് ഇവരുടെ ഈ വീഡിയോ, സെക്കൻഡ് വീഡിയോ പാർട്ട് 2 വന്ന സമയത്ത് ഞാൻ റിയാക്ട് ചെയ്ത് പറഞ്ഞിരുന്നു. എനിക്ക് തോന്നി, ഒരുപാട് പേർക്ക് തോന്നി, അവരുടെ ബോഡി ലാംഗ്വേജ് ഇസ് ചേഞ്ച്ഡ്. അവർ ഫസ്റ്റ് പാർട്ടിൽ പറയാൻ വന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലെ അത് ആ ഒരു ഫ്ലോയിൽ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നിപ്പോയി കേട്ടോ. എന്തുകൊണ്ടാണ് നിങ്ങൾ ആരും അമ്മുമ്മയെ കാണാൻ പോകാത്തത്? അമ്മുമ്മ അവിടെ ഒറ്റയ്ക്ക് ഒരു വലിയ വീട്ടിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അമ്മുമ്മ അങ്ങനെ, നിങ്ങൾ എന്തുകൊണ്ട് അമ്മുമ്മയെ തിരിഞ്ഞു നോക്കുന്നില്ല? I'll tell you something very clearly. I really don't, I wish I didn't have to do this. പക്ഷേ നമ്മളും അമ്മുമ്മയായിട്ട് കോൺടാക്ട് ഇല്ലാത്തതിനും അപ്പം മരിക്കുന്നതിനും ഒരു ബന്ധമുള്ള കാര്യമില്ല. അമ്മുമ്മയും നമ്മളുമായിട്ടുള്ള കോൺടാക്ട് കട്ട് ആവുന്നതെന്ന് പറഞ്ഞാൽ is on the 31st of October 2025, one day before Ishani's birthday. ഇഷാനിയുടെ ബർത്ത്ഡേ. If she is referring to the video that ഞാൻ എടുത്തിട്ട്, അതുപോലെ പല ആൾക്കാർ എടുത്തിട്ട് വീഡിയോ ആണ് ഇവർ റെഫർ ചെയ്തിരുന്നെങ്കിൽ, ഇവരുടെ ആ ഒരു അപ്പൂപ്പൻ മരിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പേഴ്സണലി എടുക്കാനുള്ള റീസൺ എന്താ വെച്ചാൽ അതിൽ ആ ഒരു പെർട്ടിക്കുലർ പോർഷൻ പറയുന്നുണ്ട് അമ്മുമ്മയായിട്ട് അത്ര നല്ല ടേംസിലല്ലെന്ന്. ആ ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് ആ വീഡിയോ റെഫർ ചെയ്ത് കേട്ടോ. പാർട്ടിയിൽ അല്ലെങ്കിൽ അപ്പനും അമ്മുമ്മയും വരാനിരുന്നതാണ്. ഒരു അമ്മുമ്മയായിട്ടൊരു മാസീവ് ഫോൾ ഔട്ട് സംഭവിച്ചത് കൊണ്ടാണ് അവർ വരാതിരുന്നതും. പിന്നെ ഞാൻ നമ്മളെല്ലാവരും കാണുന്നത് തന്നെ അപ്പൂപ്പ മരിക്കുന്ന ദിവസമാണ്, which is on the 29th of March 2026. എൻ്റെ അമ്മുമ്മേനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് കുറ്റമൊന്നും പറയാൻ വലിയ ആഗ്രഹമില്ല. പക്ഷേ ഷീസ് എ വെരി പ്രോബ്ലമാറ്റിക് പേഴ്സൺ. ഷീസ് എ വെരി ഡിഫിക്കൽട്ട് ടു അഡ്ജസ്റ്റ് പേഴ്സൺ. ഐ വെരി ബാഡ്ലി ഫീൽ സോറി. ഐ റിയലി ഫീൽ വെരി സാഡ് ഫോർ മൈ മദർ. കാരണം എൻ്റെ അമ്മ ഒരു ഗ്രേറ്റ് മദറാണ്. സോ യൂഷ്വലി ഇപ്പം ഞാൻ നാളെ എൻ്റെ കുട്ടികളോടൊരു നല്ല അമ്മയാണെങ്കിൽ ദാറ്റ് ഇസ് പ്രോബബ്ലി ബിക്കോസ് ഐ ഹാഡ് എ ഗുഡ് മദർ ആൻഡ് ഐ സോ വാട്ട് ഇറ്റ് is to be a good mother and give motherly love. ആ സ്നേഹം ഞാൻ ചിലപ്പോൾ എൻ്റെ കുട്ടികൾക്ക് കൊടുക്കുമായിരിക്കും. അമ്മ നമുക്ക് ഒരുപാട് മദർലി ലവ് തരാറുണ്ട്. നമ്മൾ എപ്പോഴും വിചാരിക്കാറുണ്ട് അമ്മ അത് എവിടെ നിന്ന് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ കാരണം അമ്മയ്ക്ക് അത് ലൈഫിൽ കിട്ടിയിട്ടില്ല. പക്ഷേ അത് മേ ബി അമ്മയൊന്നും അത്രയും റിയലൈസ് ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും. ബിക്കോസ് മൈ ഗ്രാൻഡ് ഫാദർ വാസ് എ വെരി ഗുഡ് പാരന്റ്. ഹി വാസ് ഡൂയിങ് എവറിത്തിങ് എ റിയലി ഗുഡ് പാരന്റ് ഷുഡ് ഡു. അപ്പോൾ അമ്മയ്ക്ക് കൊച്ചിലേ തൊട്ടേ അമ്മ എപ്പോഴും ഒരു വെരി ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ പ്രോബ്ലമാറ്റിക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അങ്ങനത്തെ ഒരാളാണ്. അത് നമുക്കൊക്കെ കൊച്ചിലെ കുഞ്ഞുനാൾ തൊട്ടേ അമ്മയുടെ ഓരോ പ്രാന്ത സ്വഭാവങ്ങളാണ് നമുക്ക് ഓർമ്മ. പക്ഷെ നമ്മൾ ഇത് പല ആൾക്കാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഞാൻ കുറേ അനുഭവം ഞാൻ പറയുന്നില്ല, പക്ഷേ നന്നായിട്ട് നിങ്ങൾക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും ഗ്രാൻഡ് പാരൻസിൻ്റെ ഭാഗത്ത് നിന്ന് കേട്ടോ. നമ്മളെ മനസ്സിലാക്കാത്ത രീതിയിൽ പ്രത്യേകിച്ച് ഒരുപാട് മക്കളുണ്ടാവുക, അവർക്കൊക്കെ പേരക്കുട്ടികളുണ്ടാവുന്ന സമയത്ത് എല്ലാവരോടും ഒരുപോലെ അല്ലാത്ത രീതിയിൽ ചില ആൾക്കാരോട് മാത്രം അങ്ങനെയുള്ള ഒരു ഇത് ചിലപ്പോൾ മിക്ക ആൾക്കാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇവർ ഈ അമ്മമ്മേനെ ലേഡി, ആ സ്ത്രീ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട സമയത്ത് മനസ്സിലായി അമ്മച്ചി അത്യാവശ്യത്തിന് കലിപ്പാണെന്നുള്ളത്. as we grow up and as she gets older നമ്മൾ വിചാരിക്കും ആ പോട്ടെ സാരമില്ല, അമ്മൂമ്മയല്ലേ, പോട്ടെ സാരമില്ല എന്ന്. കാരണം ഇപ്പം നമുക്കൊക്കെ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മയും മരിച്ചു, അച്ഛൻ്റെ അച്ഛൻ പണ്ടേ മരിച്ചു. അപ്പം നമുക്ക് ആസ് ഗ്രാൻഡ് ചിൽഡ്രൻ നമുക്ക് കാണില്ല ഒരു ആഗ്രഹം, ഗ്രാൻഡ് പേരൻസ് ആയിട്ടുള്ളൊരു ടൈം, ഗ്രാൻഡ് പേരൻസിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യണം, ഡു തിങ്സ് വിത്ത് ദം, ഗോ ടു പ്ലേസസ് വിത്ത് ദം. അത് നമുക്ക് ആഗ്രഹം ഉണ്ടാവും. ഈ ആഗ്രഹങ്ങൾ നമുക്കുള്ളത് കൊണ്ടാണ് വി വർ കോൺസ്റ്റന്റ്ലി ഡൂയിങ് തിങ്സ് ഫോർ ദം. അല്ലാതെ അവർ ഇങ്ങോട്ട് എന്തെങ്കിലും തരുന്നു വെച്ചിട്ടോ അല്ലെങ്കിൽ തന്നിട്ടുള്ളത് കൊണ്ടോ ഉള്ള ഒരു തിരിച്ചുള്ളൊരു നന്ദി പ്രകടനം ഒന്നുമല്ല. എൻ്റെ ഗ്രാൻഡ് പേരൻസ് എനിക്ക് 1-2 വയസ്സുള്ളപ്പോൾ അപ്പൂപ്പൻ ഗൾഫിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കൊച്ചായിരിക്കുമ്പോൾ കുറച്ച് സാധനം, എൻ്റെ അഡൽട്ട് ലൈഫിൽ നമ്മൾ അങ്ങോട്ട് സാധനങ്ങൾ കൊടുക്കുന്നതല്ലാതെ നമുക്ക് അവർ ഇങ്ങോട്ടൊന്നും തന്നിട്ടില്ല. നമ്മൾ എക്സ്പെക്റ്റും ചെയ്തിട്ടില്ല, കാരണം നമുക്ക് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. വി നെവർ വാണ്ടഡ് ഇറ്റ്. കാരണം we were figuring out our life. We never thought that grandparents are the kind of people who will probably give you things. അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ടില്ല. പക്ഷേ having said that, my grandfather was always a very good grandparent. ഈ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റിട്ടോ. ശരി, ബീങ് എ ഗ്രാൻഡ് ചൈൽഡ് എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റി. ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പറയുന്നില്ല, പക്ഷെ എന്നാലും വളരെ ക്രിസ്റ്റൽ ക്ലിയർ എക്സ്പ്ലനേഷൻ. ഞാൻ അതുകൊണ്ടാണ് ആദ്യം വീണ്ടും പറഞ്ഞിട്ടുള്ളത്, പ്രത്യേകിച്ച് തൻവി സോഷ്യൽ മീഡിയയിൽ തൻവിയുടെ ഫോളോവേഴ്സിനിടയിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഇമേജ് തകർന്ന് തരിപ്പണമാക്കി കത്തിച്ച് കുഴിച്ചു മൂടി. സത്യത്തിൽ അഹാന എന്നതാ ചെയ്തത്. നിങ്ങൾക്കത് തൻവിയുടെ വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ട്. പല ആൾക്കാരും ചിലപ്പോൾ ഒരു പക്ഷേ ഇത് കാണുന്നവരൊന്നും എന്താണ് അവരുടെ സ്ഥിതി എന്ന് അറിയണ്ടാവില്ലായിരിക്കാം. പക്ഷേ ബിക്കോസ് ഐ ഹാവ് സീൻ ഹെർ, ഇവരുടെ വീഡിയോസും വ്ളോഗൊക്കെ പണ്ട് കാണുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, പിന്നെ വീട്ടിലും ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ശരിക്കും അവരെ ആണി അടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള പോലെ somebody we miss, somebody who should not probably have left so soon. പക്ഷേ my grandmother was always a problematic person. നമ്മൾ പോട്ടെ എന്ന് വെച്ചിട്ട് അടിയൊക്കെ നടക്കും, പിന്നെ അത് വീണ്ടും നമ്മളങ്ങ് പാച്ചപ്പായി forgive ചെയ്ത് കളയും. അമ്മ എന്നോട് പണ്ട് എപ്പോഴും ഭയങ്കര വേണ്ടാതീനം പറഞ്ഞിട്ട് എപ്പോഴും എന്നോട് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അമ്മയല്ലേ, അതിപ്പോൾ നിനക്ക് അങ്ങ് ക്ഷമിച്ച് വിട്ടൂടെ. ആ ഒരു ഇതിൽ നമ്മൾ വിചാരിക്കും വയസ്സായില്ല, ഇനി എത്ര നാളും കൂടി ഉണ്ടാവും, പോട്ടെ സാരമില്ല, പ്രായത്തിൻ്റെ ഇതിൽ പ്രാന്ത് കാണിച്ചായിരിക്കും, പോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് we taking them to so many countries. പക്ഷേ the problematic thing in her became really bad. അപ്പൂപ്പൻ വയ്യാതായി കഴിഞ്ഞപ്പോൾ, അപ്പൂപ്പൻ ഈ ഓഗസ്റ്റിൽ സ്ട്രോക്ക് വന്ന ശേഷം
സെപ്റ്റംബറിൽ സർജറിയും കഴിഞ്ഞ ശേഷം ഹി ഓൾവേസ് നീഡഡ് ഹോം. മൂപ്പരെ ഈ അമ്മ തീരെ നോക്കിയിട്ടില്ല എന്നുള്ളത് ഏകദേശം മനസ്സിലാവുന്നത് ഒന്ന്. രണ്ടാമത് ഇയാളെ നോക്കാൻ വേണ്ടി അപ്പൂപ്പനെ നോക്കാൻ വേണ്ടിയിട്ട് 15ഓളം ഹോം നേഴ്സ് അവിടെ വന്നു. എല്ലാവരും ഈ അമ്മ ഓടിച്ചു. കാശൊക്കെ കൊടുത്തതിന് ഫണ്ട് ചെയ്തതെന്നൊക്കെ ഇവരാണ്. പക്ഷെ എന്നാലും ഒരാളെ അവിടെ നിൽക്കാൻ സമ്മതിക്കില്ല. വൃത്തി ഇഷ്യൂസ് എന്നാ പറയുന്നത്. ചിലർ അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടല്ലോ അല്ലേ. ഞാനിതിൽ കണക്ട് ചെയ്ത് പറയല്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ അമ്മമ്മയുടെ മുഖം ഉണ്ടല്ലോ, ഒരു അമ്മമ്മയുടെ മുഖം, ഇതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യം സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ടുണ്ടാട്ടോ നമ്മളൊക്കെ അഭിപ്രായം പറയുന്നത്. എനിക്ക് ഈ അമ്മമ്മയുടെ മുഖത്ത് പോയി കഴിഞ്ഞാൽ ദിയാകൃഷ്ണനെ കറക്റ്റായിട്ട് ഓർമ്മ വരും. ക്യാരക്ടർ ഉണ്ടോയെന്ന് നമുക്കറിയില്ല, ഉണ്ടല്ല എന്ന് തോന്നുന്നു, ഞാൻ പറയുന്നില്ല. പക്ഷേ ഫേസ് കട്ട് ശരിക്കും ഈ അമ്മമ്മയ്ക്ക് നമ്മുടെ ഫേസ് കട്ട് കിട്ടിയിരിക്കുന്നത് ദിയാകൃഷ്ണയ്ക്കാണ്. അതില്ല. അപ്പം അമ്മമ്മയ്ക്ക് ഭയങ്കര വൃത്തിപ്രാന്ത് കൂടി ആരും വീട്ടിൽ വരുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ഹോം നേഴ്സ് വീട്ടിലുള്ളത് പുള്ളിക്കാരിക്ക് കംഫർട്ടബിൾ ആയിരുന്നില്ല. ഇറ്റ്സ് എ വെരി ബിഗ് ഹൗസ്, 5 ബെഡ്റൂം അറിയാലോ, 5 ബെഡ്റൂമുള്ള വീടാണ്. ഷീ ഹേറ്റഡ് ദ ഹോം നേഴ്സസ് ഇൻ ദ ഹൗസ്. അതുകൊണ്ട് ഹോം നേഴ്സ് വരും, ഇവർ ഓരോ പ്രശ്നം ഉണ്ടാക്കി ഹോം നേഴ്സസ് പോകും. ഈ പ്രായ ആൾക്കാർ ഇങ്ങനെ പരിപാടി ഉണ്ട് കേട്ടോ. അവർ ഇടപഴകുന്ന സ്ഥലങ്ങളിൽ മറ്റുള്ള ഒരാളെ അവർ അഡ്ജസ്റ്റ് ചെയ്യില്ല കേട്ടോ. പണിക്ക് നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും വേറെ പുറത്തുനിന്ന് വന്ന ആൾക്കാർ വന്ന് നിൽക്കുകയാണെങ്കിലും അവർ പെരുമാറുന്ന ഒരു വീടാണെന്നുണ്ടെങ്കിൽ അവർ ഒരാളെ അഡ്ജസ്റ്റ് ചെയ്യില്ല. അപ്പോൾ അവർക്ക് വൃത്തിമതിയാവില്ല, പല കാര്യങ്ങളൊന്നും അവർ ചെയ്യുന്ന ചിട്ടവട്ടങ്ങളൊക്കെ തെറ്റി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അലമ്പം ഉണ്ടാക്കുന്ന ടീംസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ആൻഡ് ബിറ്റ്വീൻ സെപ്റ്റംബർ ടു മാർച്ച് നമ്മൾ എത്ര ഹോം നേഴ്സ് വന്നു? 15 ഹോം നേഴ്സ് എങ്കിലും വന്നിട്ടുണ്ട് ഇവരുടെ വീട്ടിൽ. ഈ ലേഡിയുടെ ടോർച്ചർ സഹിക്കാൻ വയ്യാതെ ഈ ഹോം നേഴ്സ് അമ്മേനെ എന്നെ വിളിച്ച് മെസ്സേജും വോയിസ് നോട്ടും അയച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ നമ്മുടെ ഫോണിലുണ്ട്. എത്ര ഹോം നേഴ്സുകൾ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? അപ്പൂപ്പൻ പാവുക മാം, നമുക്ക് അപ്പൂപ്പനുമായിട്ട് നമ്മൾ വേറൊരു വീട്ടിലോട്ട് മാറ്റി നിർത്തിയാൽ നമ്മൾ അപ്പൂപ്പനെ നന്നായിട്ട് നോക്കാം, ഈ സ്ത്രീയുമായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ഈ ലേഡിയുടെ അറിയുന്നത് അതാ ഞാൻ പറഞ്ഞത്. നല്ല അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിരുന്നു തോന്നുന്നുണ്ട് കേട്ടോ. ചേടാ ഈ നമ്മുടെ കരച്ചിലൊക്കെ വീഡിയോയിൽ കണ്ടിട്ട് മക്കളെ, എൻ്റെ പൊന്നു മക്കളെ, എനിക്ക് നിൽക്കാൻ പറ്റും, ആരോരുമില്ല, എന്നെ വിളിക്കുന്നില്ല മക്കളെ എന്നൊക്കെ പറഞ്ഞു. അയ്യോ, അയമ്മയുടെയും കഥ പോക്കാണ്. സെപ്റ്റംബർ തൊട്ടാണ് നമ്മളും അമ്മൂമ്മയായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെയധികം കൂടിയത്. കാരണം നമുക്ക് ഒരാൾ ഇത്ര വയ്യാതിരിക്കുമ്പോൾ നമുക്കാണ് അമ്മൂമ്മയ്ക്ക് ഈ പറഞ്ഞ പോലെ ഈ അടുത്താണ് എന്തോ BP പ്രശ്നം, അല്ലെങ്കിൽ അമ്മൂമ്മയ്ക്ക് അങ്ങനത്തെ മാരാരോഗമായിട്ടുള്ള ഒരു പ്രശ്നം അമ്മയ്ക്കില്ല. എവറി ടൈം ഈ ഗുഡ് ചെക്കപ്പ്. അമ്മൂമ്മയുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു എന്തെങ്കിലും വലിയൊരു അസുഖം ഉണ്ടെങ്കിൽ ഒന്ന് ICU കിടക്കാമല്ലോ. നമ്മളെപ്പോഴും പറയാം അമ്മൂമ്മ പ്രാർത്ഥിച്ചില്ലേ അപ്പൻ ICUലായിരുന്നു, നമ്മളെപ്പോഴും കോമഡിക്ക് പറയാറുണ്ടായിരുന്നു. അല്ലാതെ അമ്മൂമ്മയ്ക്ക് അങ്ങനത്തെ ഒരു സ്പെസിഫിക് ഒരു ഇൽനെസ്സും ഈ പറഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അപ്പൂപ്പൻ ഇത്രയും വയ്യാതെ കിടക്കുമ്പോൾ വി സാസ് എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ലൈക്ക് വി ആർ പേയിങ് ഫോർ ദ ഹോം നേഴ്സ്, ലെറ്റ് ദാറ്റ് പേഴ്സൺ ഡു ദിയർ ജോബ്. എന്തിനാ ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കൂ? ഈ സതീഷ് 24 മണിക്കൂറിന് മുമ്പ് ഈ അപ്പൂപ്പൻ എന്തോ ബെഡിൽ മൂത്രമൊഴിക്കുന്ന എന്തോ ഒരു പ്രശ്നം ഉണ്ടായ സമയത്തോ ടോയ്ലറ്റ് റിലേറ്റഡ് ഇഷ്യൂവിൽ റൂമിൽ കിടക്കാൻ സമ്മതിച്ച് ഇയാളെ പിടിച്ച് ഹോളിൽ പിടിച്ച് കിടത്തിന്ന്. എന്താ അമ്മച്ചിയമ്മ? അയാൾ പോയി. അയാൾ മെസ്സേജ് അയച്ചു. എനിക്ക് ഇപ്പോഴും എൻ്റെ ഫോണിൽ അയാളുടെ 2 മിനിറ്റിൻ്റെ വോയിസ് നോട്ട് ഉണ്ട്. സെയിങ് സോറി മാഡം, പറ്റില്ല, ടോർച്ചർ സഹിക്കാൻ പറ്റില്ല, എന്തോ അയാളുടെ വീട്ടുകാരെ തെറി വിളിച്ചു അങ്ങനെ. ഈ സതീഷ് അപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ കണ്ടോളൻസ് മെസ്സേജ് നമുക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇവർ നമ്മളൊന്നും തമ്മിൽ ഒരു പ്രശ്നമില്ല. അപ്പം ഷീ വാസ് സോ പ്രോബ്ലമാറ്റിക്. ആൻഡ് അപ്പൂപ്പനെ ഹോം നേഴ്സ് ബാത്റൂമിൽ കൊണ്ടുവന്നതുകൊണ്ട് അപ്പൂപ്പനെ ബെഡ്റൂമിൽ കിടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അപ്പൂപ്പനെ ഹോളിലാണ്. ആൻഡ് ദാറ്റ് വാസ് ഹിസ് ഹൗസ്. അതാണ് സംഭവം കേട്ടോ. അപ്പൂപ്പൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കാശ് വെച്ച് ഉണ്ടാക്കിയ വീടാണ്. അപ്പം ഇതൊക്കെ കണ്ടു നിൽക്കുമ്പോൾ നമ്മളും പുള്ളിക്കാരിയായിട്ട് അടി ഉണ്ടാവത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൂപ്പൻ്റെ ഹെൽത്തിൻ്റെ പേരും പറഞ്ഞാണ് നമ്മളും അമ്മയും തമ്മിൽ തെറ്റുന്നത്. അല്ലാതെ നമുക്കും പുള്ളിക്കാരിക്കും അല്ലാതെ അടിയാവാൻ there is no common ground because she is not affecting anything in our life. Because we were concerned about my grandfather's health, we were always having fights with her. അങ്ങനെ ഇതിന്റെ തമ്മിൽ കൊടുക്കുമ്പോൾ തൻവി സുധീർ എക്സ്പോസ്ഡ് എന്ന് കൊടുക്കണോ അത് അമ്മമ്മ എക്സ്പോസ്ഡ് എന്ന് കൊടുക്കണോ? അതിൽ കംപ്ലീറ്റ് എക്സ്പോസ്ഡ് ആയി. ഐ മീൻ ഈ അമ്മമ്മ കേട്ടോ. പോലെ ഒരു ദിവസം ഒരു ഹോം നേഴ്സ് രാവിലെ, എന്താ പേര്, സഞ്ജുവോ, വൺ ഓഫ് ദ ഹോം നേഴ്സ്, അഭിനവ്, അപ്പൂപ്പന് രാവിലെ ഈ ഹോം നേഴ്സ് വിളിച്ചിട്ട് പറഞ്ഞു, മാഡം അപ്പൂപ്പന് ബോധമില്ലാതെ കിടക്കുന്നു, മൂക്കിന്ന് ബ്ലഡ് വരുന്നു, മറ്റേ അമ്മയും ഞാനുമായിട്ട് അടിയായിട്ട് അമ്മ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. രാവിലെ ഞാൻ ഉറക്കം എണീക്കുമ്പോൾ ആദ്യം കേൾക്കുന്നത് ഇതാണ്. സോ ആർ വി നോട്ട് സപ്പോസ് ടു ക്വസ്റ്റ്യൻ ഹർ? വി കോൾഡ് ഹർ ആൻഡ് ലൈക്ക് വാട്ട് ആർ യു ഡൂയിങ്? നിങ്ങൾക്ക് അവരുമായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ അത് സൈഡിൽ ഇരിക്കട്ടെ, ആ ചെറുക്കനോട് അകത്ത് വന്നൊന്ന് നോക്കാൻ പറ. കാരണം നമുക്ക് റെഡിയായി പോകാൻ ഒരു സമയം വേണ്ടേ. അപ്പം അന്ന് ഈ ഒരു ഇഷ്യൂ നടക്കുന്നതിൻ്റെ ഇടയിൽ ഷീ സെഡ് എ കപ്പിൾ ഓഫ് തിങ്സ്. വളരെ മോശമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പുള്ളിക്കാരുടെ വായി നിന്നു. അതിന് അപ്പനൊന്നായിട്ട് ഒരു ബന്ധമില്ല. ഈ നമ്മളെയൊക്കെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യുന്ന തരത്തിൽ പെൺകുട്ടികളോ വല്ലതും മോശമായി പറഞ്ഞിട്ടുണ്ടാവും ഡെഫിനറ്റ്ലി. ഒരു അമ്മൂമ്മയുടെ നല്ല ഒരു മനുഷ്യന്റെ വായിന്ന് പോലും വന്നുകൂടാത്ത തരത്തിലുള്ള, എനിക്ക് ഒരിക്കലും ഇതിന്റെ ഒക്കെ പ്രൂഫും കാര്യങ്ങളും നമ്മുടെ ഉണ്ട്. പക്ഷേ ഇത് എങ്ങനെ നമ്മൾ പുറത്ത് വിടുക? വി ടോക്കിംഗ് അബൌട്ട് ആർ ഓൺ ഫാമിലി മെമ്പേഴ്സ്. അതുകൊണ്ട് ഈ പ്രൂഫ് ആരെങ്കിലും ഒക്കെ പേഴ്സണലി കാണുകയാണെങ്കിൽ അവർ കാണിച്ചു കേൾപ്പിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. ഇവർ അത്രയും കോൺഫിഡൻ്റ് ആയിട്ടാണ് പറയുന്നത് കേട്ടോ. എൻ്റെ നിന്ന് മാത്രമല്ല, എന്നെ അടുപ്പായിട്ട് പരിചയമുള്ള ആരെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ വേണമെങ്കിൽ ചോദിച്ചു. എവറിബഡി നോസ് വാട്ട് ദിസ് ഗ്രാൻഡ് മദർ ഓഫ് മൈൻ ടോൾഡ്. അൺഫൊഗിവബിൾ ആയിട്ടുള്ള ഒരു കാര്യം പുള്ളിക്കാരി പറഞ്ഞു. ഒന്നല്ല, 1-2 കാര്യങ്ങൾ പറഞ്ഞു. ലൈക്ക് ഇറ്റ് വാസ് എ വോയിസ് നോട്ട് പുള്ളിക്കാരി മെസ്സേജ് ആയിട്ട് അയച്ചത്. നമ്മൾ വീണ്ടും കേട്ടു.
did she really say that, or are we imagining it? Like, how can a human being talk like this? അങ്ങനത്തെ ഒരു വൃത്തിയായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അന്ന് വി സെഡ് ബാക്കി അവരുടെ കാര്യങ്ങളൊക്കെ ഹോം നഴ്സും കാര്യങ്ങളും എല്ലാം ബോഡി വി സപ്പോസ് ടു ഡു. അവരുടെ എന്താണ് വൈഫൈ ഇതൊക്കെ അമ്മയാണ് പേ ചെയ്യുന്നത്, അമ്മയാണ് ഇവിടുന്ന് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വി ഓൾ കട്ട് റിലേഷൻ വിത്ത്. കാരണം വി വർ ലൈക്ക് ഇങ്ങനെ പറയുന്ന ഒരാൾ, ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ആളുമായിട്ട് നമ്മൾ എങ്ങനെ ഒരു റിലേഷൻ കീപ്പ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പ്രൂഫ് ഒന്നും പുറത്തു വിടാൻ പറ്റില്ല. ഈ നിങ്ങളിൽ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നില്ല, നമ്മുടെ വെൽ വിഷേഴ്സ് ആണെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് എന്നെ പേഴ്സണലായിട്ട് കാണുവാണെങ്കിൽ കമൻറ്റ് ടെൽ മീ. ആരാണ് ആ വീഡിയോയിൽ പറഞ്ഞ ആ വോയിസ് നോട്ട് ഒന്ന് കേൾപ്പിച്ചു തരും എന്ന് പറഞ്ഞാൽ ഞാൻ കേൾപ്പിച്ചു തരാം. ബിക്കോസ് ഇറ്റ്സ് എ വെരി കേൾക്കുന്നൊരു ഞെട്ടിപ്പോവും. ഭയങ്കര എൻ്റർടൈനിങ് കാര്യങ്ങളാണ് പറഞ്ഞത്. എന്നെ നേരിട്ട് വന്ന് കണ്ടാൽ പറയാം, എനിക്ക് ഒരു ഉളുപ്പില്ല. കാരണം നമ്മളെക്കുറിച്ച് മോശമാണ് പറയുന്നെങ്കിലും ഇല്ലാത്തൊരു മോശം പുള്ളിക്കാരുടെ ഇമാജിനേഷൻ ആണല്ലോ പുള്ളിക്കാരൻ. എനിക്കത് കേൾപ്പിക്കാൻ ഒരു പ്രശ്നമില്ല. പക്ഷേ എനിക്കത് ഓൺലൈനിൽ ഇവർ ഈ വീഡിയോ ഒരാഴ്ച കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് അങ്ങനത്തെ വീഡിയോസ് വെക്കാൻ താല്പര്യമില്ല, ഇതൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ താല്പര്യമില്ല അവർക്ക്, വളരെ കൃത്യമായിട്ട് ഇവർ പറയുന്നത്. പക്ഷേ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്തായാലും ഞാൻ പണ്ട് ഇവരുടെ കേസിൽ പല ആൾക്കാർ ഇവർ എതിർത്തിട്ട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർക്ക് കോൺട്രവേഴ്സിയുടെ ആവശ്യമില്ല. കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കി വ്യൂസ് ഉണ്ടാക്കേണ്ട ആവശ്യം അവർക്കില്ല. പക്ഷേ ദി അതർ പേഴ്സൺ വാണ്ടഡ്, അതാണ് പറയുന്നത്, മറ്റേ സ്ത്രീക്ക് ഇത് വേണമായിരുന്നു എന്ന്. ഒന്നും എനിക്കതിനെ നാളെ മറ്റേ വാർത്തയിൽ വരുന്ന രീതിയിൽ എനിക്കിടാനൊന്നും ഒരു താല്പര്യമില്ല. സോ അന്ന് ആണ് വി കംപ്ലീറ്റ്ലി കട്ട് റിലേഷൻ വിത്ത് ഓൾ ഓഫ് അസ്. മൈ മോം, സിസ്റ്റർ, ചിന്നമ്മ, ദീനങ്കൾ, വി വർ ലൈക്ക് നമുക്ക് പറ്റില്ല. പലതരത്തിലുള്ള നമ്മൾ ഇവരുടെ എത്രയോ പ്രശ്നങ്ങൾ പോട്ടെ 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 എന്ന് വെച്ചിരുന്നു. പക്ഷേ ദിസ് ഇസ് ബിയോണ്ട് എവറിത്തിങ്. ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നത് വി കട്ട് റിലേഷൻഷിപ്പ് എന്നല്ല, വി കട്ട് കോൺടാക്ട് വിത്ത് ഹർ ഓൺ ദാറ്റ് ഡേ 31st October. അപ്പോൾ അതുകൊണ്ട് അമ്മുമ്മയ്ക്ക് വ്യക്തമായിട്ട് അറിയാം അമ്മുമ്മേനെ എന്തുകൊണ്ട് നമ്മൾ വിളിക്കുന്നില്ല. അല്ലാതെ അപ്പൂപ്പ മരിച്ച ഉടനെ അമ്മുമ്മയിൽ നിന്ന് തിരിഞ്ഞു നോക്കി നടന്നു പോയ ആൾക്കാർ നോ. ആൻഡ് ഇതിലെ ഫൺ ഫാക്ട് ഇസ്, ഈ അമ്മുമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ ഈ ഒരു അമ്മുമ്മ എന്നെ നമ്മളെ പറ്റി പറഞ്ഞ ഈ മോശപ്പെട്ട കാര്യം നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ ഞാൻ ഇട്ടു. സെയിം ലിസൺ, നിങ്ങൾ വേണമെങ്കിൽ ബന്ധം വെച്ചോ, എനിക്ക് ഇനി അമ്മുമ്മയായിട്ട് ബന്ധം വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാനിത് ഗ്രൂപ്പിൽ ഇട്ടപ്പോൾ എൻ്റെ ഈ കസിൻ തൻവി ഓൾസോ റിപ്ലൈഡ് സേയിങ്, ഓ മൈ ഗോഡ്, ഐ ഡോണ്ട് ഈവൻ നോ വാട്ട് ടു സേ, ഇത് എന്താ പറയുന്നത് എന്നുള്ള രീതിയിൽ. സോ ഈവൻ തൻവി അത് വളരെ മോശമാണ് കേട്ടോ. അപ്പോൾ അത് ഇൻറ്റൻഷനലി ചെയ്ത് തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇൻറ്റൻഷനലി ആണ്. ആ അമ്മമ്മ ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ ഇവരോട് ഇങ്ങനെ മോശം സ്വഭാവമായിരിക്കാം, പക്ഷേ ഒരു മീഡിയയുടെ മുന്നിൽ സോഷ്യൽ മീഡിയയിൽ ഡിഫെയിം ചെയ്യാൻ വേണ്ടി അവർ ചെയ്തതായിരിക്കില്ല. പക്ഷേ ഈ തൻവി എന്ന് പറഞ്ഞിട്ടുള്ള അവർ റിയലി, ഞാൻ ഫസ്റ്റത്തെ വീഡിയോ അവർ റിയാക്ട് ചെയ്ത സമയത്തൊന്നും നമ്മളൊരു ഭാഗം പിടിച്ച് സംസാരിച്ചിട്ടില്ല. കാരണം ഈ ഒരു രീതിയിൽ പറഞ്ഞു, കമൻറ്റ് ബോക്സ് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതല്ല. പക്ഷേ ഇപ്പോൾ ഇവരുടെ വീഡിയോ കണ്ട സമയത്ത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നൊരു കാര്യം, തൻവി ഒരിക്കലും വളരെ മോശമായിപ്പോയി. ഇനിയിപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്തറിയോ, അല്ല പറയാൻ പറ്റില്ല, നമുക്ക് ബ്ലെയിം ചെയ്യാൻ കഴിയില്ല. ഈ തൻവിയുടെ കെട്ടിയോന് വല്ല റോളും ഉണ്ടോ അതിൽ? ഒരു ചെറിയൊരു സംശയം കേട്ടോ. പല ആൾക്കാർ കമൻറ്റ് ബോക്സിൽ അങ്ങനെ ഒരു കാര്യം സൂചിപ്പിക്കുന്നത് കണ്ടു. ഇനി നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ പല ആൾക്കാരും ഫോർച്യൂണറും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ള ഇതുപോലത്തെ കോൺട്രവേഴ്സി കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു കോൺട്രവേഴ്സി കളിച്ച് നോക്കുക. കോൺട്രവേഴ്സി കളിക്കാൻ പറ്റിയ ആൾക്കാർ വരും. ഇവരെയും കൂടെ ടാഗ് ചെയ്തിട്ട് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി റീച്ച് കൂടുമല്ലോ. പക്ഷേ അതിൻ്റെ ആവശ്യം അവർക്ക് ഇല്ലായിരുന്നു. അതർവൈസ് ഓൾസോ ഷീ വുഡ് ബി ഗെറ്റിംഗ് ലൈക്ക് 100-200K ഏതൊരു വീഡിയോയ്ക്കും വ്യൂസ് കിട്ടുന്നുണ്ട്. പക്ഷേ ഇനി ഇവരായിട്ട് കൂട്ടിക്കൊളത്തിട്ട്, നാട്ടിൽ വന്നതിന് ശേഷം കൂട്ടിക്കൊളത്തിട്ട് ഇവരായിട്ടൊരു വീഡിയോ ഇടാൻ പറ്റില്ല. ബിക്കോസ് ആ റിലേഷൻഷിപ്പ് പോയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അല്ല ഇവരെന്നെ പറയുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ചെറിയ ഭാവമാറ്റത്തിലും അവർ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ചെറിയൊരു സംശയം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. knows why we are not in touch with her very 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 clearly. എന്നിട്ട് കാനഡയിൽ നിന്ന് വിളിച്ച് ഒരു വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു വീഡിയോ കോൾ വിളിക്കുന്നു. അമ്മൂമ്മയെ കൊണ്ട് പറഞ്ഞു പറയിപ്പിച്ച പോലെ കുറേ ഡയലോഗ്സ്, എന്താണ് എന്നെ വിളിക്കാൻ ആരുമില്ല, ഞാൻ ഈ വീട്ടിലൊറ്റയ്ക്കാണ്, അങ്ങനെ ഇങ്ങനെ അതെടുത്ത് ഇടാൻ തന്നെ കാണിച്ചൊരു മനസ്സ് എനിക്കൊന്നുമില്ല പറയാൻ. വെൻ ഷീ വെരി വെൽ നോസ് വാട്ട് ദിസ് ലേഡി ഹസ്. തനിക്ക് അത്ര കൺസേൺ അമ്മൂമ്മയായിട്ടുണ്ടെങ്കിൽ വൈ കുഡ്ന്റ് ഷീ ടെൽ അമ്മൂമ്മ പറഞ്ഞത് തെറ്റ്, ചെയ്തത് തെറ്റ്, അവരോട് പോയി ഒന്ന് അപ്പോളജൈസ് ചെയ്യും. കാരണം പ്രായമായ ആളല്ലെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ നമുക്ക് പോട്ടെ അങ്ങ് ഫൊഗീവ് ചെയ്ത് വിടാം. പക്ഷേ നോട്ട് എവറിഥിങ്. യുവർ ഏജ് ഇസ് നോട്ട് ആൻ എക്സ്ക്യൂസ് ടു സേ എനിത്തിങ്. അപ്പം തൻവിക്ക് ഇപ്പോൾ അങ്ങനെയായിരുന്നെങ്കിൽ അങ്ങനെ പുള്ളിക്കാരി എടുത്ത് വന്ന് അപ്പോളജൈസ് ചെയ്യാൻ പറഞ്ഞുകൂടായിരുന്നോ? അപ്പോളജൈസ് ചെയ്തൊന്ന് നല്ലപോലെ ഒന്ന് സോറി പറഞ്ഞെങ്കിൽ നമ്മൾ ആ പോട്ടെ എന്തെങ്കിലും ആവട്ടെ പറഞ്ഞിട്ട് വി കുഡ് ഹാവ് കെപ്റ്റ് എ ബേസിക് കോൺടാക്ട് വിത്ത്. അതിനെ പോയി ഒരു വീഡിയോ എടുത്ത് ഒരു ഇതൊക്കെ പറയിപ്പിച്ച് ആ വീഡിയോ എടുത്ത് ഒരു വ്ളോഗർ ഇങ്ങനെ പുറത്തിടുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഈ ബാക്ക് സ്റ്റോറി മൊത്തം അറിയാത്ത ആൾക്കാർ എന്താ വിചാരിക്കുക, നമ്മളെക്കുറിച്ച് എന്താ ചിന്തിക്കുക? ഡെഫിനറ്റ്ലി നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു പോയി. ഒരുപാട് പേര് ചിന്തിക്കും. അതാണ് കമൻറ്റ് ബോക്സ് കംപ്ലീറ്റ് ചിന്തിച്ച്. എന്നിട്ട് വേറൊരു സംഭവം ഉണ്ട്. ഇവരൊരു കമൻ്റ് അതിൽ ചെയ്തിട്ടുണ്ട് ഇത്ര, ഞാൻ അത് കണ്ടിട്ടില്ല കേട്ടോ. ഇവർ ഈ വീഡിയോ ചെയ്ത സമയത്ത് തൻവി അതിലൊരു ന്യായീകരണ കമൻറ്റ് ഇട്ടു. അതിന് ആ ന്യായീകരണ കമൻറ്റിന് അവർക്ക് നെഗറ്റീവ് കമൻറ്റ്സ് വന്ന സമയത്താണ് അവരവരുടെ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് പോയത്. ഈ ഒരു പരിപാടി ഞാൻ അറിഞ്ഞിട്ടില്ല. കാരണം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്തിരിക്കുന്നില്ലല്ലോ. ആ വീഡിയോ കഴിഞ്ഞാൽ പിന്നെ വിട്ടു, അതിൻ്റെ അടിയിൽ എന്താ നടക്കുന്നത് നമ്മൾ നോക്കാൻ പോയിട്ടില്ല. ഓക്കെ, ആൾക്കാർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നുള്ളതൊരു പ്രശ്നമല്ല. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഉള്ള ഒരാൾ, നമ്മുടെ ഫാമിലിയിലുള്ള ഒരാൾ, ഇപ്പം തൻവിക്ക് ശരി, ഷീസ് ഡെഫിനറ്റ്ലി വെരി കൺസിസ്റ്റന്റ് വിത്ത് സോഷ്യൽ മീഡിയ വിത്ത് 2 children ആൻഡ് ഓൾ ദാറ്റ്. ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. ഞാൻ എപ്പോഴും പറയാമല്ലോ ഷീസ് വെരി സ്മാർട്ട്. അവിടെ പോയി നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്യും. പക്ഷേ തൻവി ഇന്ന് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ തന്നെ ആൾക്കാർ അറിയപ്പെടുന്നത് വരെ ഇസ് ബിക്കോസ് ഷീ ഹാപ്പൻ ടു ബി ആർ റിലേറ്റീവ്.
പിന്നെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് കോണ്ടന്റ് ഇട്ടതുകൊണ്ടായിരിക്കാം തനിക്ക് തന്നിയുടേതായിട്ടുള്ള ഒരു ഓഡിയൻസ് ബിൽഡ് ചെയ്തത്, അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇന്നും ഇവരുടെ കസിൻ അപ്പം നമ്മൾ യൂട്യൂബ് കോണ്ടന്റ് ചെയ്യുന്ന കണ്ടിട്ടാണ് തന്നെ. ഞാനത് സത്യം കേട്ടോ. ഇപ്പം ഞാൻ വേറെ ആൾക്കാരുടെ അടുത്ത് പേരെടുത്ത് പറയണില്ല, മനസ്സിലാക്കുമോ എന്ന് എനിക്കറിയില്ല. അപ്പം 2-3 വ്ളോഗേഴ്സുണ്ട്, മില്യൺ അടിക്കുന്ന വ്ളോഗേഴ്സുണ്ട്, പിന്നെ പഴയ വ്ളോഗർ, ഇവരുടെയൊക്കെ കൂടെ നടക്കുന്ന ആൾക്കാർ കാര്യമായിട്ട് അവരുടെ അടുത്ത് ഒന്നുമില്ല. ഞാൻ സീരിയസ്ലി കണ്ടാണ്, ഞാൻ ആളുടെ പേര് എടുത്ത് പറയുന്നില്ല. മില്യൺ ഫോളോവേഴ്സുള്ള ഒരു യൂട്യൂബർ, ഇപ്പോൾ ട്രെൻഡിങ് ആയി നടക്കുന്ന ഒരു വ്ളോഗ് എടുക്കുന്ന ആൾ, അയാളുടെ വ്ളോഗിൽ വരുന്ന എല്ലാവർക്കും ചാനലുകളുണ്ട്. ഇവരുടെ ഒന്നും കോണ്ടന്റ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു, ഭഗവാൻ ഇവർക്കൊക്കെ എന്തിനത്ര അധികം വ്യൂസ്? ഒന്നുമില്ല, നത്തിങ്. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കണ്ട ആൾക്കാർ സമയം ചിലവായിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതെന്തിൻ്റെ പേരിലറിയോ? മറ്റാളുടെ ഫെയിമിൻ്റെ പേരിലാണ്. അപ്പോൾ അതൊരു പൊന്മുട്ട ഇടുന്ന താറാവ് എന്നുള്ള കണ്ടീഷനിൽ ആ പൊന്മുട്ടയും വാങ്ങിയിരുന്നാൽ മതി. അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാൻ വേണ്ടി അതിനെ കൊല്ലാൻ നോക്കി. ഇനിഷ്യലി ചാനലിൽ ഫുൾ ഹെൽപ്പ് ചെയ്ത് കൊടുത്തതേ നമ്മളാണ്. തൻവിയുടെ ചാനലിൻ്റെ മറ്റേ എന്താ മോണിറ്റൈസേഷനും കാര്യങ്ങളും ഒക്കെ റെഡി. തനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു, ഇതെല്ലാം ചെയ്തു കൊടുത്തത് അശ്വിനാണ്. OC അശ്വിനും കൂടിയാണ് അത് ചെയ്തു കൊടുത്തത്. ആൻഡ് തൻവി ഇനിഷ്യലി OCയുടെ കല്യാണത്തിന് നാട്ടിൽ വന്ന സമയത്ത് വി വർ വെരി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ഹർ വീഡിയോസ്. കാരണം ഇപ്പോൾ നമ്മൾ തൻവിയുടെ ഇനിഷ്യൽ വീഡിയോസിലാണെങ്കിൽ ഡെഫിനറ്റ്ലി ആൾക്കാർ കാണും, ആ ചാനലിനൊരു സബ്സ്ക്രിപ്ഷൻ കിട്ടും. ആൻഡ് ഇഫ് ഷീ ഈസ് ഏബിൾ ടു മേക്ക് എൻ എക്സ്ട്രാ അഡീഷണൽ ഇൻകം ത്രൂ ദാറ്റ്, വി വർ വെരി ഹാപ്പി ഫോർ ഹർ, ഗുഡ് ഫോർ ഹർ. അപ്പം നമ്മൾ ഹെൽപ്പ് ചെയ്ത് തൻവി നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ കൂടെ നിന്ന് ഈ കോണ്ടന്റ് ഒക്കെ എടുത്തിട്ട് ചാനലൊക്കെ ഒരു അത്യാവശ്യം വലുതായി കഴിഞ്ഞിട്ട് അതേ ചാനലിൽ വന്ന് തൻവിക്ക് തന്നെ തെറ്റെന്നറിയാവുന്ന, ഫേക്ക് എന്നറിയാവുന്ന, ഫോൾസ് എന്നറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് എഗൻസ്റ്റ് ആയി വർക്ക്ഔട്ട് ആകാവുന്ന രീതിയിൽ എടുത്തിടാൻ കാണിച്ച ആ ഒരു മനസ്സ്, ഇറ്റ്സ് ജസ്റ്റ് very upsetting and disappointing because she's not a random person. Whatever is the family dynamics or the issues we have between us, it's wrong. It's very wrong. So this is the one thing I wanted to say. അമ്മൂമ്മയായിട്ട് ഇങ്ങനെ കുറേ നാളായിട്ട് ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അമ്മൂമ്മയ്ക്കും അറിയാം, തൻവിക്കും അറിയാം. എന്നിട്ടും ഇങ്ങനൊരു പെർഫോമൻസ് എന്തിനു ചെയ്തു എന്നുള്ളത് എനിക്കറിയത്തില്ല. തൻവി ഇതിലൊക്കെ റെസ്പോണ്ട് ചെയ്യുന്ന മെസ്സേജസ്, തൻവി അമ്മൂമ്മയെക്കുറിച്ച് അപ്പൂപ്പൻ ഏതോ ഒരു പ്രാവശ്യം ഷുഗർ ലോ ആയി ഹോസ്പിറ്റലിലായി കഴിഞ്ഞപ്പോഴത്തേക്കും തൻവി അയക്കുന്ന മെസ്സേജ് ഉണ്ട്. ഇഫ് നമുക്ക് അമ്മൂമ്മയുടെ കുറ്റം പറയുന്ന എത്രയോ മെസ്സേജസ്, മറ്റേ അപ്പൂപ്പനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു വീട്ടിലോട്ട് മാറ്റണം, ഹോം നഴ്സ് പറയുന്ന അതേ ഡയലോഗ് തൻവി ഹാസ് സെഡ്. അപ്പം ഈ ഇഷ്യൂസ് എല്ലാം അറിയാമായിരുന്ന ഒരാൾ എന്നിട്ട് 12th February 2026 തൻവി അമ്മയ്ക്ക് ഒരു വലിയൊരു മെസ്സേജ് അയച്ചിരുന്നു, സെയിം ഇങ്ങനെ ഈ പറഞ്ഞ പോലെ അമ്മൂമ്മ വിളിച്ച് കാശ് 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 എന്ന് പറഞ്ഞ് ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വി ഫെൽ വെരി ബാഡ്, കാരണം അവൾ ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പം നമുക്കൊന്ന് ഇമ്പ്രഷൻ എന്താ ആദ്യം തന്നിട്ടുള്ളത്? അതായത് കാനഡയിൽ പോയിട്ട് അത്രയും ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു പെൺകുട്ടി, സിംഗിൾ മോം, ആ ഒരു സിറ്റുവേഷനിൽ ആ കുട്ടിക്ക് അവിടെ ജോലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നാട്ടിലേക്ക് വരേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കി. എന്ത് കാരണം കൊണ്ട്? ആ കുട്ടിയുടെ മറ്റേ മകളായിട്ടുള്ള അമ്മമ്മയുടെ മറ്റേ മകള് സിന്ധു കൃഷ്ണ ഇതിനെ നോക്കണില്ല, എന്നിട്ട് ഈ കുട്ടി വരേണ്ടി വന്നല്ലോ. ശേടാ. തൻവി 12th February 2026 അന്നൊക്കെ അപ്പോഴൊക്കെ നമ്മൾ തൻവിയുടെ സൈഡിലാണ് നിൽക്കുന്നത്. നമ്മൾ പറയുന്നത് തൻവി യു ബോദർ അബൌട്ട് യുവർ ഹെൽത്ത്, മൈൻഡ് ചെയ്യേണ്ട, വിട്ട് കളഞ്ഞേക്ക്, അവർ ടെൻഷൻ തരുന്നെങ്കിൽ ഫോൺ എടുക്കണ്ട, ഇങ്ങനെയൊക്കെ നമ്മൾ തൻവിയുടെ. അപ്പം ഇത്രയും അപ്പൻ ഹോസ്പിറ്റലായിരിക്കുമ്പോൾ തൻവി വരെ പറയുവാണ്, ദിസ് ലേഡി ഈസ് നോട്ട് ഗിവിംഗ് ഹിം പീസ്, ഹി നീഡ്സ് ടു ബി മൂവ് സെപ്പറേറ്റ്ലി. ഇതിൻ്റെയൊക്കെ ചാറ്റ് സ്ക്രീൻഷോട്ട്സ് എൻ്റെ കയ്യിലുണ്ട്, ചാറ്റ് സ്ക്രീൻഷോട്ട് ലൈക്ക് ഇറ്റ്സ് ഓൾ ദെയർ. അപ്പം എന്നിട്ട് വന്ന് ഇങ്ങനെ ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്യുന്നത്, ഐ ഹാവ് നോ വേർഡ്സ്. സോ അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് കാര്യങ്ങളുടെ കാര്യത്തിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയിട്ടുണ്ടോ? ഇനി അതുകൊണ്ട് മിക്കവാറും നമ്മുടെ അങ്ങോട്ടുള്ള അമ്മയുടെയൊക്കെ വീഡിയോസിലാണെങ്കിലും ചിലപ്പോൾ അമ്മൂമ്മേനെയോ തൻവീനെയോ ഒക്കെ നിങ്ങൾ കണ്ടുവെന്ന് വരില്ല. അപ്പോൾ വെറുതെ വന്ന് അമ്മൂമ്മയുടെ തൻവി എവിടെ, അമ്മൂമ്മേനെ എവിടെ പോയി എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായല്ലോ അത് എന്തുകൊണ്ട് ഇനി മിക്കവാറും ഉണ്ടാവില്ല. ചേടാ, ചുണ്ടോളം കൊണ്ടുവന്ന മുട്ട ബിരിയാണി നീ തട്ടിത്തെറിപ്പിച്ചല്ലോ കർത്താവേ എന്ന് പറഞ്ഞിട്ടൊരു ഡയലോഗ് ഉണ്ട് പഴയ ജഗതിൻ്റെ ഒരു ജഗതി ചേട്ടൻ സിനിമയിലെ ഒന്നുണ്ട്. ആ ഒരു അവസ്ഥയായിപ്പോയി. മര്യാദയ്ക്ക് ബിരിയാണി അടിച്ച് കഴിയാൻ പറ്റുമായിരുന്നില്ല മുട്ട ബിരിയാണി. അത് കംപ്ലീറ്റ് കൊളാക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു. ഒരു 3 weeks ആയിട്ട് നമുക്ക് ചെറുതായിട്ട് മൈ കസിൻ ട്രൈങ് ടു ബിൽഡ് എ ഫോൾസ് നാരറ്റീവ് എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ വി വർ തിങ്കിങ് ആ പോട്ടെ സാരമില്ല, ഇപ്പം ഇഫ് ദാറ്റ് ഇസ് ഗോയിങ് ടു ഗിവ് എ സ്ട്രക്ചർ ടു ഹർ കോണ്ടന്റ് ആൻഡ് ഇഫ് ദാറ്റ്സ് ബെനിഫിറ്റിംഗ് ഹർ ഇൻ സം വേ ആൻഡ് ഇറ്റ് ഡസന്റ് അഫക്ട് എനിബഡി എൽസ്, പോട്ടെ മുപ്പത്തേര് നോക്കുമ്പോഴേ നാട്ടിലെല്ലാവരും ഈ കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടാക്കിയിട്ട് ഫോർച്യൂണറൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഒന്നെങ്കിൽ 30 ഉണ്ടാവും, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കൈ ഭാഗത്തുനിന്ന് വല്ലതും ഉണ്ടോ? നമുക്കൊരു സംശയം കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇരുന്ന ചില പോസ്റ്റ് ആണെങ്കിലും നമ്മളോട് പറയുന്ന റിയാലിറ്റിയും ഈ കാര്യങ്ങളും തമ്മിൽ ഒരു കണക്റ്റ് ഇല്ല. പിന്നെ ഓക്കെ, എല്ലാവരും റിയലിലുള്ളത് തന്നെ ആയിരിക്കണം സോഷ്യൽ മീഡിയയിൽ പുട്ട് ഔട്ട് ചെയ്യുന്നതെന്നില്ല, ഇറ്റ്സ് ഫൈൻ. പക്ഷേ 1 month ആയിട്ട് നമുക്ക് കുറച്ച് ഡൗട്ട്സ് ചില കാര്യങ്ങളിൽ തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ വി വർ തിങ്കിങ് പോട്ടെ, അവൾ നാട്ടിലോട്ട് എന്നാലും വരില്ല, പോട്ടെ സാരല്ല. പക്ഷേ ദിസ് ഹോൾ നാരറ്റീവ് ഓഫ് അപ്പൂപ്പ മരിച്ച ശേഷം നമ്മൾ അമ്മൂമ്മയെ തിരിഞ്ഞു നോക്കാനില്ലാതിരുന്നത് കൊണ്ട് അവിടെ കാനഡയിലുള്ള ഒരു വളരെ സക്സസ്ഫുൾ ലൈഫും കരിയറും ഒക്കെ കളഞ്ഞ് നാട്ടിലോട്ട് വരുന്ന ഒരു ഗ്രാൻഡ് ചൈൽഡ്. ഐ എം ഷുവർ ഇറ്റ്സ് എ ഗ്രേറ്റ് നാരേറ്റീവ് ഫോർ കോണ്ടന്റ്. There's a lot of sympathy value, there's a lot of wow moments in it. അത് സത്യം കേട്ടോ, പെർഫെക്റ്റ് സ്ക്രിപ്റ്റ് ആയിരുന്നു അത്. ഇഫ് ദാറ്റ് ഇസ് എ സ്ക്രിപ്റ്റ്, ഇഫ് ദിസ് ഇസ് ദ സ്ക്രിപ്റ്റ്, പെർഫെക്റ്റ് സ്ക്രിപ്റ്റ്. അത് അത്രയും സിമ്പതി കിട്ടിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് നല്ല രീതിയിൽ മൈലേജിൽ പോകാൻ പറ്റിയ ഒരു സാധനമായിരുന്നു. ശരി,
ശരി അങ്ങനെ ഒരു നരേറ്റീവ് തനിക്ക് ഉണ്ടാക്കണമായിരുന്നെങ്കിലും ഉണ്ടാക്കായിരുന്നു, കുഴപ്പമില്ല. പക്ഷേ കുറച്ച് ട്വീക്സ് ചെയ്യണമായിരുന്നു. ഷീ കുഡ് ഹാവ് സെഡ് ദാറ്റ് ഓക്കെ, അമ്മൂമ്മയുടെ കയ്യിലിരിപ്പ് കാരണം അമ്മൂമ്മേനെ ഇവരാരും ഇപ്പം തിരിഞ്ഞു എല്ലാവരും കോൺടാക്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് അമ്മൂമ്മ ഒരു വളരെ പ്രോബ്ലമാറ്റിക് പേഴ്സൺ ആയതുകൊണ്ട് അമ്മൂമ്മ ഇപ്പോൾ അവിടെ ഒറ്റയ്ക്കാണ്. അത് അമ്മൂമ്മയുടെ കയ്യിലിരിപ്പ് കാരണമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ മെറ്റേണിറ്റി ലീവ് സമയത്ത് നാട്ടിൽ വന്ന് അമ്മൂമ്മയുടെ കൂടെ നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെയും കയ്യടി ഉണ്ടല്ലോ. പക്ഷേ അവിടെ കയ്യടി മാത്രമാണ്, നമുക്കൊരു നെഗറ്റിവിറ്റി അവിടെ ഇല്ലാതെ വെറുതെ ആവശ്യമില്ലാതെ ഉണ്ടാക്കി തരുന്നില്ല. ദാറ്റ് ഇസ് പ്രോബബ്ലി ദ നരേറ്റീവ് ഷീ ഷുഡ് ഹാവ് ചോസൻ ഇഫ് അറ്റ് ഓൾ ഷീ wanted a narrative. I don't understand this narrative drama now because we like to keep things like how it is. പക്ഷേ anyways ഒരു ഓക്കെ, ഇതാണ് ഈ ഒരു വിഷയം. ഇനി ഇതിലൊരു കാര്യം ഫൈനലായിട്ട് പറയാനുള്ളത് എന്തറിയാം, ഇതിൽ അഹാന റിയാക്ഷൻ വീഡിയോസിൻ്റെ ആൾക്കാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, സ്വാഭാവികം, നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്, തെറ്റൊന്നുമില്ല. റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ കാരണം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ പറയുക, ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം. ഐ ഡോണ്ട് എൻഡോസ് എനി അതർ ക്രിയേറ്റേഴ്സ്. ഇപ്പോൾ ഇതിൻ്റെ പേരിൽ ദി വേഴ്സ്റ്റ് കാണാൻ പറ്റുന്നൊരു സാധനം എന്തായിരിക്കും, സിന്ധു കൃഷ്ണ അറസ്റ്റിലേക്ക് അങ്ങനെ കുറച്ച് ടീമുണ്ട്. എന്ന് പറഞ്ഞാൽ അറസ്റ്റ് എന്ന സാധനം അത്രയും നോർമൽ സംഭവമാണെന്ന് പറയുന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. സിന്ധു കൃഷ്ണ അറസ്റ്റിലേക്ക്, അല്ലെങ്കിൽ അമ്മുമ്മ അറസ്റ്റിലേക്ക്. കാരണം അറസ്റ്റാണ് ഇതിൻ്റെ പരിപാടികൾ. 2 AI പിക്ചറും 2 കമ്പിക്കുഴിയിൽ വന്ന് നിൽക്കുന്ന ആൾക്കാരൊക്കെ ചെയ്യുന്നവരുണ്ടായിരിക്കാം. ഞാൻ എൻ്റെ ഒരു കാര്യം ഇത്രേ പറയാനുള്ളൂ. ഞാൻ പേഴ്സണലി ഒരാളുടെയും സ്പേസിലേക്ക് കയറി ചെന്നിട്ട് ഒരു കോണ്ടന്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇവരൊക്കെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിടുന്ന അവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ കോൺട്രവേഴ്സി എവിടെയെങ്കിലും കമൻറ്റ് ബോക്സിൽ എവിടെയെങ്കിലുമൊക്കെ പറയാം. എനിക്ക് തോന്നിയാൽ പോലും ഞാൻ ചെയ്യാറില്ല. കമൻറ്റ് ബോക്സുകളിലൂടെ അവർ ആരെങ്കിലും സംസാരിക്കുന്ന സമയത്ത് മാത്രമേ ചെയ്യാറുള്ളൂ. ലക്ഷ്മിപ്രിയയുടെ വീഡിയോ ഞാൻ ഇപ്പോൾ ചെയ്ത സമയത്ത് എനിക്ക് എത്ര മെസ്സേജസാണ് വന്നതെന്നറിയാം. ഇൻസ്റ്റാഗ്രാമിലും എവിടെയും ഇവിടെയും അവരുടെ പല കാര്യങ്ങൾ പറഞ്ഞിട്ട്. പിന്നെ ഓരോരോ വിഷയങ്ങൾ വരുന്ന സമയത്ത് നമ്മൾക്ക് പല ഒരൊറ്റ ഓഡിയോ പോലും ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഞാൻ ഒരാളുടെ ഓഡിയോ എടുത്തിടാറില്ല, ഒരാളുടെ കാര്യങ്ങളൊന്നും പറയാറില്ല. നിങ്ങൾ പേഴ്സണൽ ലൈഫിൽ ഇഫ് ദേ ആർ കീപ്പിംഗ് ഇറ്റ് ലൈക്ക് 100% പേഴ്സണൽ, നമുക്ക് ഒരു കുഴപ്പമില്ല. ബട്ട് ദി മൂമെൻറ്റ് യു ചോസ് ടു ബ്രിങ് ഇറ്റ് ടു പബ്ലിക്, അപ്പം നമുക്കും സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇഫ് ഐ ഡോണ്ട് ഡു ഇറ്റ് സംബഡി എൽസ് വിൽ ഡു ഇറ്റ്, ഞാൻ ചെയ്തില്ലെങ്കിൽ വേറൊരാൾ ചെയ്യും. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ സംസാരിച്ച് പോകും. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ പഴയ വീഡിയോസ് ചില ആൾക്കാർ കമൻറ്റ് ചെയ്തു ഞാൻ ഇവരെ ഒപ്പോസ് ചെയ്തു. ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, എത്രയോ കോണ്ടന്റ് ഇവരെ പല ആൾക്കാരും, പ്രത്യേകിച്ച് ഇവരൊക്കെ പിന്നെ പല ആൾക്കാരും വേട്ടയാടുന്ന സമയത്തൊക്കെ ഇവരെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ അതൊന്നും ആരും കാണില്ല. നമ്മൾ ഈ നെഗറ്റീവ് പറയുന്ന സംഭവം മാത്രമേ കാണുള്ളൂ. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഒന്ന്, ഈ ഒരു വിഷയത്തിൽ 100% അത് ചെയ്തിരിക്കുന്നത് തൻവിയാണ്, 100% തൻവിയാണ്. ഇതിന് മറുപടി അഹാന കൊടുത്തതുകൊണ്ട്, ആ കമൻറ്റ് കൊടുത്തതുകൊണ്ടാണ് രണ്ടാമത്തെ വീഡിയോ. മൂന്നാമത്തെ വീഡിയോ ചെയ്യാണ്ടായ, ഈ ഒരു ടോപ്പിക് എടുക്കാനുള്ള റീസൺ അഹാനയുടെ വീഡിയോ ആണ്. പക്ഷെ അതുകൊണ്ട് ഈ കാര്യം ക്ലിയർ ആയിട്ടോ, അത് ക്ലിയർ ആയി എന്ന് പറഞ്ഞാൽ ഫേർദർ ഒരു ഡിസ്കഷനിലേക്ക് പോവാതിരിക്കാനുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് തൻവി ഒരു റിപ്ലൈ ആയിട്ട് വരും തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ ആരുടെയും, ഇപ്പോൾ ആരതിൽ പറഞ്ഞുകൊണ്ട് മാത്രം പറയാം, നമ്മൾ ആരുടെയും പേഴ്സണൽ ലൈഫ് നിങ്ങളുടെ പേഴ്സണൽ സ്പേസിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. ദി മോമെൻറ്റ് യു ബ്രിങ് ഇറ്റ് ടു സോഷ്യൽ മീഡിയ, പിന്നെ അത് പേഴ്സണൽ അല്ല. ദാറ്റ്സ് ഇറ്റ്, വെരി സിമ്പിൾ. പിന്നെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, പക്ഷെ എന്നാലും ഞാൻ എൻ്റെതായ രീതിയിൽ ഞാൻ പറയാം. നോക്കൂ, ഇപ്പോൾ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. വ്ളോഗ് ശരിയാണ്, നിങ്ങൾ എൻ്റർടൈൻമെൻറ്റ് എടുക്കുന്നുണ്ട്. നമ്മൾ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ട് ആളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന സമയത്ത്, അവർക്ക് അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത സംഭവങ്ങൾ, നമുക്ക് പറ്റാത്ത സംഗതികൾ കാണുന്ന സമയത്ത് നമ്മളത് ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങൾ പറയും നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നില്ല എന്നൊക്കെ പറയും. ഇവരെന്താ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത്? നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടോ? ഈ കാണുന്ന ആൾക്കാരോട് ഞാൻ പറയുകയാണ്, നമ്മളിപ്പോൾ ചെയ്യുന്ന എല്ലാ കോണ്ടൻറ്റും ഇൻഫർമേറ്റീവ് ആയിരിക്കില്ല, യെസ്, പക്ഷെ എന്നാലും കുറച്ചൊക്കെ ഇൻഫർമേറ്റീവ് കോണ്ടൻറ്റ്, എന്തെങ്കിലുമൊക്കെ സമൂഹത്തിലെ പ്രശ്നങ്ങൾ, ന്യൂസ് ചാനൽസിൻ്റെ എത്രയോ വിഷയങ്ങളൊക്കെ എടുത്ത് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാത്തതെന്ന് വെച്ചാൽ അതിന് വ്യൂവർഷിപ്പ് ഇല്ല. ബിക്കോസ് വ്യൂവേഴ്സ് ആർ മോർ കൺസേൺഡ് വിത്ത് ഗോസിപ്സ്. അതുകൊണ്ട് മാത്രമാണ് അങ്ങനത്തെ വിഷയങ്ങൾ എടുക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? ഇവരുടെ ഡെയിലി ലൈഫ് ചക്കി മാങ്ങയുടെ കണക്കേ ഉള്ളൂ. ഇപ്പോൾ ഇവരുടെ അമ്മയുടെ വ്ളോഗിനെ എടുത്ത് നോക്കിയുള്ളൂ. ദാറ്റ് ഇസ് എൻ എൻ്റർടൈൻമെൻറ്റ് ടു യു ആൻഡ് ഇഫ് യു ആർ റെഡി ടു സ്പെൻഡ് ലൈക്ക് 1 hour 1.5 മണിക്കൂറൊക്കെ ഇവരൊക്കെ വ്ളോഗ് കാണുന്നത് നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ നോ പ്രോബ്ലം. പക്ഷേ നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളെ ഭാഗത്തുനിന്ന് തന്നെ, നിങ്ങളിപ്പോൾ ഇവരുടെ സമയം ചിലവാക്കിയിട്ട് വീഡിയോ കാണുന്ന സമയത്ത് അവർക്ക് അവരുടെ ആ വിഷയം അവർക്ക് ശരി, അത് ഇവർ ചെയ്ത് പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് നിങ്ങളെ മനസ്സിൽ ആദ്യം വരെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഇയാൾ അതിനെക്കുറിച്ച് സംസാരിക്കും. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല കമൻറ്റ് ബോക്സിൽ, അപ്പം മറ്റാൾ സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് പറയില്ലേ? ഇത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ പറയുന്നത് ശരിയാണ്, വിഷമം ഉണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വിഷമം ഉണ്ടാവും, ഇല്ലാതിരിക്കുന്നില്ല. അപ്പോൾ എൻ്റെ കേസും അങ്ങനെ തന്നെ. അപ്പോൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വിഷമവും കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക. ആൻഡ് ടെൽ യുവർ പീപ്പിൾ, നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാർ നിങ്ങൾ സ്വയമാണെന്നുണ്ടെങ്കിലും സ്വന്തക്കാർ തൻവിയൊക്കെ പോലത്തെ ആൾക്കാരോട് പറയാൻ അനാവശ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒന്നും കൊടുത്തിട്ടുണ്ട. നമ്മളതൊക്കെ പൊക്കുന്നല്ല, അതൊക്കെ ആൾക്കാരുടെ അടുത്ത് റിയാക്ട് ചെയ്യും. യു കാൺട്ട് ഹെൽപ്പ് ഇറ്റ്. ഓക്കെ,
ഇത്ര തന്നെയുള്ളൂ. ഈ ഒരു വിഷയം ഇവിടെ തീർന്നു. ദാറ്റ്സ് വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ്. ഈ തീർന്നു എന്നാണ് മനസ്സിലാവുന്നത്. ഫെർദർ ആയിട്ട് ഇതിലൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യൂ. നമുക്കടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.